ഹലോ, ഇന്ന് റമദാൻ ഡേ 3. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇന്ന് ബിരിയാണി ഉണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കറിലാണ് കേട്ടോ റൈസ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ റൈസ് ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത് സ്പൈസസൊക്കെ ഇട്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുള്ളായി തോന്നി. അപ്പോൾ ഇനി ഇതിലോട്ട് മസാലകളും അതുപോലെ തന്നെ ക്യാരറ്റും ഉള്ളി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബിരിയാണി ആയതുകൊണ്ട് തന്നെ. നെയ്ച്ചോറാണെങ്കിൽ ഉള്ളി ചേർക്കണം. ഇതിന് നിർബന്ധമൊന്നുമില്ല, ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര ഗ്ലാസ് അരിയാണോ എടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് വെള്ളം തിളച്ചതിന് ശേഷം അരിയിട്ട് ഒറ്റ വിസിലടിച്ചാൽ നമ്മുടെ റൈസ് സെറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇന്ന് മറ്റൊരു സ്പെഷ്യൽ ഉള്ളത് മോമോസ് ആട്ടോ. മോമോസിന് ചിക്കൻ വെച്ച് പല ഫില്ലിങ്ങും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ക്യാരറ്റും ക്യാബേജും ഒക്കെ ഇട്ടിട്ടുള്ളൊരു ഫില്ലിംഗ് ആട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്, ചിക്കനൊക്കെ ചേർത്തിട്ട്. അപ്പോൾ ഇതിലോട്ട് സോയാ സോസ്, ടൊമാറ്റോ സോസ്, അതുപോലെ തന്നെ ഉപ്പ്, കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിവിടെ മസാല റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി മൈദൻ്റെ ഒരു ഷീറ്റൊക്കെ ഉണ്ടാക്കി എടുത്തിട്ട് ഇതുപോലെ ആകൃതിയിലൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് അത് റൗണ്ട് പല ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ മോമോസിൻ്റെ ഷേപ്പൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി തട്ടിലിട്ടുകാണ്ട് ഓരോന്നോരോന്നായിട്ട് ആവി കയറ്റി എടുക്കാം കേട്ടോ. നമ്മുടെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മളെ ചാനലുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാൽ നമ്മുടെ നോമ്പിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ റെഡി ആവുന്നുണ്ട്. ഇതുപോലത്തെ ഇഡ്ഡലി തട്ടിലാട്ടോ നമ്മൾ ആവി കയറ്റി എടുക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മളെല്ലാം സെറ്റായിട്ടുണ്ട്. നാരങ്ങ വെള്ളം, മോമോസിലേക്ക് ഒരു തക്കാളി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സാദാ കെച്ചപ്പ് ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സായിട്ട് ഈത്തപ്പഴം, മുസമ്പി, ആപ്പിൾ, പേരക്ക എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വത്തക്ക കൊണ്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈമും എല്ലാം ഉണ്ട് കേട്ടോ. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ ബിരിയാണി കഴിക്കുള്ളൂ. അപ്പോൾ അതിലോട്ട് തൈരും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.